നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന എന്നാലോ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. വേണമെങ്കിൽ നമുക്കിതിനെ ഒരു ബിരിയാണി എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കിതിനെ ഒരു കംപ്ലീറ്റ് ഹെൽത്തി മീൽ എന്ന് പറയാം കേട്ടോ. നമ്മുടെ ഈ ഹെൽത്തി മീൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഓട്സ് ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസും അതുപോലെ തന്നെ മീറ്റ് ഐറ്റംസും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഹെൽത്തി മീൽ സെർവ് ചെയ്യുന്നത് ഞാൻ സാലഡിൻ്റെ കൂടെയാണ്. ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു മെനു കൂടെയാണിത്. അപ്പോൾ നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ബിരിയാണി അല്ലെങ്കിൽ എങ്ങനെ ഒരു ഓട്സ് ഫുൾ മീൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റീൽ കട്ട് ഓട്സ് ആട്ടോ. സ്റ്റീൽ കട്ട് ഓട്സ് ആണ് നമ്മുടെ ബിരിയാണിയിലോട്ട് വേണ്ടത്. സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നുറുക്ക് ഗോതമ്പ് പോലെ ഇരിക്കും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം സോക്ക് ചെയ്തെടുക്കണം. ഒരു അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. വളരെ ഈസി ആയിട്ട് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ബിരിയാണി റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ ബട്ടർ ആട്ടോ എടുത്തിട്ടുള്ളത്. ബട്ടർ എടുക്കാം, അല്ലെങ്കിൽ നെയ്യ് എടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. എന്തായാലും ഞാൻ ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ള ബട്ടറാണ്. ഒരു പ്രഷർ കുക്കറിലോട്ട് ഞാൻ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് ഇനി ഈ ചൂടായ ബട്ടറിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കണം. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു അര സവാള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഗരം മസാല ചേർക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോൾ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മുടെ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ചോപ്പ് ചെയ്തെടുത്താലും മതി. അതുപോലെ തന്നെ ഇവിടെ ഞാൻ 1/4 കപ്പ് ബീൻസ് എടുത്തിട്ടുണ്ട്. ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് ഇനി ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഈ ഡിഷിൽ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ടായിരിക്കും, അതാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഓട്സ് യൂസ് ചെയ്യുമ്പോൾ സ്റ്റീൽ കട്ട് ഓട്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓട്സിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുന്നത് സ്റ്റീൽ കട്ട് ഓട്സിലാണ്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഹോൾ മീലാട്ടോ. അപ്പോൾ അതിലോട്ട് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് പ്രോട്ടീൻ പോർഷൻ ചേർക്കണം. പ്രോട്ടീന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കനോ ബീഫോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പയറുവർഗ്ഗങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പനീർ യൂസ് ചെയ്യാം, കൂനി യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ബീഫാണ്. ഇത് ലെഫ്റ്റ് ഓവർ ബീഫാട്ടോ. ഇത് 1/2 കപ്പ് ബീഫുണ്ട്. ഇത് കുക്കായ ബീഫാണ്. വേവിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് സ്പൈസസ് ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ഫ്രഷായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് ചേർക്കുന്നുണ്ട്. ഇത് 1/2 ടീസ്പൂൺ കുരുമുളക് ഉണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെയ്യ് ഉപയോഗിക്കാം, വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇത് ഞാൻ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സാണ്. നമുക്ക് പാനിലോട്ട് ചേർക്കാം. നമ്മൾ ഓട്സിൻ്റെ ഇരട്ടി ആണ് വെള്ളം ഉപയോഗിക്കേണ്ടത്. ഞാൻ ഇതിലോട്ട് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കുക്കറിൽ പ്രഷർ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രഷർ കുക്കർ തുറക്കാം. ഇതിലോട്ട് ഞാൻ നേരത്തെ മല്ലിയില ചേർത്തിട്ടില്ല, അപ്പോൾ ഇവിടെ കുറച്ച് മല്ലിയില ചേർക്കണം. നമ്മൾ നേരത്തെ കുക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് വേണമെങ്കിൽ ചേർത്താലും മതി. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മീൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഓട്സ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ കണ്ടില്ലേ, വെറും 2 വിസിൽ കൊണ്ട് നമുക്ക് ഒരു ഫുൾ മീലാണ് റെഡി ആയിട്ടുള്ളത്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.